സിന്ദൂരരേഖ ഭാഗം 29. പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് നോക്കി തിരിഞ്ഞപ്പോഴാണ് അവളുടെ ചുരിദാറിൻ്റെ അറ്റം സോഫയുടെ ഇടയിൽ നിന്ന് കാണുന്നതായിട്ട് അവൻ ശ്രദ്ധിച്ചത്. വെപ്രാളം പിടിച്ച് അവൻ വേഗം സോഫയുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ബോധരഹിതയായിരിക്കുന്ന അമ്മാളുവിനെ അവൻ കണ്ടു. സംസ്കൃതി എന്ന് വിളിച്ച് അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. സോഫയുടെ ഇടയിൽ നിന്ന് അവളെ എടുത്തുയർത്തി സോഫയിലേക്ക് കിടത്തി. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ പല ആവർത്തി അവളെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൾ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തം പോയി അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളവുമായി വന്നു. അത് മുഖത്തേക്ക് തളിച്ചപ്പോൾ തന്നെ അവൾ പതിയെ കണ്ണു ചിമ്മി തുറന്നു. ഏതോ ലോകത്തെന്നതുപോലെയാണ് അവൾ കണ്ണു തുറന്നത്. മുന്നിലിരിക്കുന്നത് ആരാണെന്ന് വ്യക്തമാവുന്നില്ല. മങ്ങിയ രീതിയിൽ കറുത്ത ഡ്രസ്സ് ധരിച്ചൊരു രൂപത്തെ കണ്ടതും അവൾ വീണ്ടും ഉച്ചത്തിൽ അലറി. ആ ഒച്ചയെടുത്തുകൊണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചോണ്ടിരിക്കുന്ന അവളെ കണ്ടതും മനു ആകെ പേടിച്ചു പോയിരുന്നു. സംസ്കൃതി, ഇത് ഞാനാ. അവനവളെ തോളിലൂടെ ചേർത്ത് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ പരിഭ്രാന്തിയോടെ ബാൽക്കണിയിലേക്ക് പോകുന്നത് മനു കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവൻ അനങ്ങിയില്ല. അങ്ങനെ തന്നെ അവിടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. സംസ്കൃതി. കുറച്ചു കഴിഞ്ഞതും അവൻ പതിയെ അവളെ വിളിച്ചു. ഒരു മൂളൽ കൊണ്ട് അവൾ അവന് മറുപടി കൊടുത്തു. ഞങ്ങളെങ്കിൽ ഇറങ്ങുവാണ് സാർ. അവൾക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതും മനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയെല്ലാവരും അവനോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. സംസ്കൃതി, ഞാൻ കണ്ടു. ആരെ? എന്ത് കണ്ടു? എന്താ പറ്റിയത്? അവളെ തന്നിന്ന് അകറ്റി മാറ്റിക്കൊണ്ട് മനു കാര്യം തിരക്കി. ഞാൻ കണ്ടതാ മനുവേട്ടാ. ബാൽക്കണിയിൽ ഞാൻ കണ്ടു. വീണ്ടും ബാൽക്കണിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് കണക്ക് അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാൽക്കണിയിൽ വെച്ച് അവൾ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്ന കാര്യം മനുവിന് അപ്പോൾ മനസ്സിലായി. ഒന്നുമില്ല, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, പേടിക്കണ്ട. അവൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പോവല്ലേ മനുവേട്ടാ, എങ്ങോട്ടും പോവല്ലേ. അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവൾ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇല്ല, പോകുന്നില്ല എന്ന് പറഞ്ഞ് മനു അവളുടെ കൂടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ അടയ്ക്കുന്നത് മനു നോക്കിയിരിക്കുകയായിരുന്നു. അവൾ ഉറക്കത്തിലേക്ക് വീണ് നല്ല ഉറക്കത്തിലായി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനു അവളെ തന്നിൽ നിന്ന് നീക്കിയിരുത്തിയത്. അവളെ കിടത്തി മുറിയിൽ കയറി മനു സ്വയം തലക്കടിച്ചു. തെറ്റുപറ്റിപ്പോയി. അവളിവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകാൻ പാടില്ലായിരുന്നു. എന്തുറപ്പിലാണ് താൻ അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിപ്പോയത്? അവൻ്റെ ബുദ്ധി അവനോട് ആവർത്തിച്ച് അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ഇവൻ അവളുടെ ഫോൺ നമ്പർ പോലും ഇല്ലായിരുന്നു. ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. അവൾക്കൊന്ന് വിളിക്കാൻ പോലും ആവാതെ. ഷിറ്റ്. താൻ ചെയ്തു പോയ തെറ്റോർത്ത് അവൻ സ്വയം കൈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ ആഞ്ഞിടിച്ചു. ഒന്ന് ഫ്രഷായി കഴിഞ്ഞ് വന്നതിന് ശേഷം അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു. അപ്പോഴും അവൻ സ്വയം താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് തന്നെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ഞെട്ടലോടെ കണ്ണു മിഴിച്ചു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മയാണ് വിളിക്കുന്നത്. അവൻ സമയം നോക്കി. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അവൻ വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അമ്മ. ശബ്ദത്തിൽ പരമാവധി പതർച്ച വരാത്ത രീതിയിൽ അവൻ ഫോൺ എടുത്ത് അമ്മയോട് സംസാരിച്ചു തുടങ്ങി. മോളെവിടെ മനു? വൈകുന്നേരം മുതൽ അവളെ ഞാൻ വിളിക്കുവാണ്. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അമ്മ, അവൾക്ക് സുഖമില്ല, ഉറക്കമാണ്. സുഖമില്ലേ? എന്തു പറ്റി? ഫുഡ് കഴിച്ചിട്ട് വയറിന് പിടിക്കാത്തത് വല്ലതുമാണോ? അമ്മയുടെ ശബ്ദത്തിൽ നിമിഷ നേരം കൊണ്ട് ആദ്യം നിറഞ്ഞു. അന്ന് അവൾക്ക് ഫുഡ് കഴിച്ചിട്ട് വയ്യാതെ വന്ന കാര്യം ഉണ്ണി പറഞ്ഞ് അമ്മ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ വല്ലതും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അമ്മ അതാണ് ആദ്യം ചോദിച്ചത്. ഇല്ലമ്മ, ഇത് ചെറിയ തലവേദന പോലെ. ഇപ്പോൾ കിടക്കുവാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവളോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. മോളെ നോക്കണം. ഒട്ടും വയ്യെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ. അമ്മ പറഞ്ഞതും മനു ഒന്ന് മൂളി. കൂടുതൽ സമയം അവനങ്ങനെ അമ്മയോട് സംസാരിച്ച് നിൽക്കാൻ പറ്റാത്തതുപോലെ തോന്നി. നിനക്കിന്ന് എക്സിബിഷൻ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതാണ്. മോളെ കൂടെ കൊണ്ടുപോയോ നീ? ഇല്ലമ്മ, അവളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. തിരക്കായിരുന്നു ആകെ. അവളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവളെ കൂടെ കൂട്ടിയില്ല. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് ഇരുത്തി പോയോ നീ? അമ്മയുടെ ഉയർന്ന ശബ്ദത്തിലുള്ള ചോദ്യം കേട്ടതും മനു അതിന് ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. എൻ്റെ മനു, അവൾ ചെറുതല്ലേ. പോരാത്തതിന് എടുത്തുചാട്ടവും കുറുമ്പും കുസൃതിയും ഒക്കെ കൂടുതലാണ്. അങ്ങനെ ഒറ്റയ്ക്കിരുത്തിയൊന്നും പോകണ്ട കേട്ടോ. അവളെ കൂടെ കൂട്ടണം. ആ, നാളെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോവാം. ശരിയെങ്കിൽ കൂടുതൽ സമയം ഇനി ഉറക്കമൊഴിച്ചൊന്നിരിക്കണ്ട. നീയും പോയി കിടക്കാൻ നോക്ക്.
അമ്മ അത് പറഞ്ഞ് ഫോൺ വെച്ചു. അമ്മാള് സോഫയിൽ അങ്ങനെ തന്നെ കിടന്ന് ഉറക്കമാണ്. അവൻ എ സിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ടു. മുറിയിൽ നിന്ന് ഒരു പുതപ്പ് കൊണ്ടുവന്ന് അവളെ പുതപ്പിച്ചു കൊടുത്തു. അതിനെതിരെയുള്ള സോഫ ചെയറിലായിട്ട് അവളെ നോക്കിക്കൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. അവളെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയം വീണ്ടും ഫോൺ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ ഉണ്ണിയാണ്. മിക്കവാറും അമ്മ പറഞ്ഞ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുള്ള വിളിയാകും ഇതെന്നവൻ പ്രതീക്ഷിച്ചു. ഏട്ടത്തി എവിടെ? ഷീ സ്ലീപ്പിംഗ്. തൻ്റെ ശബ്ദത്തിൽ ചെറിയ രീതിയിലൊരു മാറ്റം ഉണ്ടായാൽ പോലും അത് ഉണ്ണി പെട്ടെന്ന് മനസ്സിലാക്കും എന്ന് മനുവിനറിയാം. അതുകൊണ്ട് ശബ്ദം പരമാവധി നോർമലാക്കിയിട്ടാണ് അവൻ ഉണ്ണിയോട് സംസാരിച്ചത്. അവൾക്ക് എന്തു പറ്റിയതാണ്? വീണ്ടും അവൻ്റെ ചോദ്യം. അവൻ്റെ ചോദ്യങ്ങൾക്ക് ശരിക്ക് ഒരേട്ടൻ്റേതെന്നതുപോലുള്ള ഗൗരവവും ഉത്തരവാദിത്വവും ഉള്ളതുപോലെ തോന്നി മനുവിന്. ഷീസ് നോട്ട് വെൽ ഉണ്ണി. അതുകൊണ്ട് ഉറക്കമാണ്. രാത്രി ഇത്രയും സമയമായില്ലേ? എന്തൊക്കെയോ പറയാൻ മനു ഒരുപാട് പാടുപെടുന്നത് പോലെ ഉണ്ണിക്ക് അവൻ്റെ ആ സംസാരത്തിൽ തന്നെ തോന്നിയിരുന്നു. ഏട്ടാ. അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലാക്കിയതുപോലെ ഉണ്ണി അവനെ ഒന്ന് വിളിച്ചു. ഉണ്ണി, നമുക്ക് നാളെ രാവിലെ സംസാരിച്ചാൽ പോരെ? കൂടുതൽ സമയം സംസാരിച്ചാൽ തൻ്റെ ശബ്ദത്തിലെ വ്യത്യാസത്തിൽ നിന്ന് അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന കാര്യം മനസ്സിലാക്കും എന്ന് മനുവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉണ്ണിയോട് ഇതിനെക്കുറിച്ചൊക്കെ നാളെ സംസാരിച്ചാൽ മതിയില്ലേ എന്ന് ചോദിച്ചു. ഷുവർ ഏട്ടാ, നാളെ സംസാരിച്ചാൽ മതി. പക്ഷേ ഐ നീഡ് ടു നോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. ഉണ്ണി പറഞ്ഞതും അതിന് ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്തു. അവൾ സോഫയിൽ കിടന്നുറങ്ങുന്നത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവന്. വല്ലാത്തൊരു കുറ്റബോധം മനസ്സിലിങ്ങനെ നിറഞ്ഞു കവിയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ രാത്രി എപ്പോഴോ വല്ലാത്ത ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ ഒന്ന് അടഞ്ഞുപോയി. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് മനു വീണ്ടും കണ്ണു തുറന്നു നോക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. എങ്കിലും പിന്നീടുള്ള ശബ്ദം കേട്ടപ്പോൾ അത് അവൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് എന്നവന് മനസ്സിലായിരുന്നു. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ പുതപ്പെല്ലാം ചുരുട്ടിക്കൂട്ടി അവൾ സോഫയിൽ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ അനക്കുന്നുണ്ട്. പോരാത്തതിന് ചെറിയ രീതിയിലുള്ള ഞെരക്കം പോലെയുള്ള ശബ്ദങ്ങളും കേൾക്കാം. എവിടേക്കെയോ വേദനയുള്ളതുപോലെ അവളുടെ മുഖം ചുളിയുന്നുണ്ട്. വേഗം തന്നെ അവൻ വന്ന് അവളുടെ നെറ്റിയിൽ തൊട്ടുനോക്കി അതേ വേഗതയിൽ തന്നെ അവൻ ആ കൈകൾ പിൻവലിക്കുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള പനിയാണ്. അവൻ വേഗം പോയി ബാഗിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. അതിൽ നിന്ന് ടെമ്പറേച്ചർ നോക്കാനുള്ള തെർമോമീറ്ററും അത്യാവശ്യം കയ്യിൽ കരുതിയിരുന്ന പനിയുടെ ഗുളികയും മറ്റുമൊക്കെ എടുത്തു. അടുക്കളയിൽ പോയി ഫ്ലാസ്കിൽ നിന്ന് ചൂടുവെള്ളം അല്ലാത്ത വെള്ളവും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു. സംസ്കൃതി, അവൻ അവളുടെ തോളിലായി തട്ടിക്കൊണ്ട് വിളിച്ചു. 1-2 തവണ വിളിച്ചിട്ടും അവളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും അവൻ ഉറക്കെ ഒന്ന് വിളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. അവനെ അങ്ങനെ മുന്നിൽ കണ്ടിട്ടും അവൾക്ക് എഴുന്നേറ്റിരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ശരീരം ഒന്നാകെ തളർന്നു കിടക്കുന്നത് പോലെയാണ് അവൾക്ക് അന്നേരം തോന്നിയത്. പനിക്കുന്നുണ്ട് നിനക്ക്, ഈ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങിക്കോ. മനു പറയുന്നത് ഏതോ ഗർത്തത്തിൽ എന്നതുപോലെയാണ് അമ്മാളു കേട്ടിരുന്നത്. അവൻ എഴുന്നേൽക്കാൻ പറയുന്നത് കേട്ടുവെങ്കിലും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കാൻ പോലും അവളുടെ ശരീരം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം ശരീരം തളർന്നു പോയതുപോലെ. അവളുടെ അവസ്ഥ മനസ്സിലാക്കി എന്നതുപോലെ മനു വന്ന് അവളെ ഒന്ന് താങ്ങി സോഫയിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും അടഞ്ഞു പോവുകയായിരുന്നു. മരുന്ന് കൊടുക്കുന്നതിന് മുൻപായി അവൻ തെർമോമീറ്റർ എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു. അനുസരണയുള്ള കുട്ടികളെപ്പോലെ അവൾ അതെല്ലാം അനുസരിച്ച് അങ്ങനെ ഇരുന്ന് കൊടുത്തു. തെർമോമീറ്റർ തിരികെ എടുത്തു നോക്കിയപ്പോൾ 110 ഡിഗ്രി ഫാരൻഹീറ്റാണ് പനി. അത് കണ്ടപ്പോൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന മരുന്നുകളിൽ നിന്നും അത്യാവശ്യം ഡോസ് കൂടിയ മരുന്ന് തന്നെ എടുത്ത് മനു അവൾക്ക് കൊടുത്തു. അത് കഴിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി കുടിച്ചതിന് ശേഷം അവൾ വീണ്ടും സോഫയിലേക്ക് തന്നെ കിടക്കാൻ ഒരുങ്ങിയതും മനു മുറിയിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. അവൾ കട്ടിലിലേക്ക് കിടന്നതും മനു തന്നെയാണ് അവൾക്ക് പുതപ്പ് പുതച്ചു കൊടുത്തതുമെല്ലാം. കട്ടിലേക്ക് കിടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. കട്ടിലിനോട് ചേർന്ന് തന്നെ ഇട്ടിരിക്കുന്ന ഒരു കുഷ്യൻ കസേരയിൽ മനു ഇരുന്നു. അന്നേരം സമയം ഏകദേശം വെളുപ്പിന് 4 മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ എപ്പോഴോ അവൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞു പോയിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് മനു പിന്നീട് കണ്ണു തുറന്നത്. കണ്ണു തുറന്നപ്പോൾ തന്നെ അവൻ്റെ ശ്രദ്ധ ആദ്യം പോയത് അമ്മാളുവിൻ്റെ നേർക്കാണ്. അവൾ സ്വസ്ഥമായി ഉറങ്ങുകയാണ് എന്ന് കണ്ടതും ഇനി കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അവൾ ഉണരണ്ടല്ലോ എന്ന് കരുതി അവൻ വേഗം തന്നെ മുഖമൊന്ന് കഴുകിയതിനു ശേഷം ആരാണ് വന്നതെന്ന് നോക്കാനായി പുറത്തേക്കിറങ്ങി. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെ കണ്ടതും മനു എല്ലാവരെയും മാറി മാറി നോക്കി. മാനവ് വർമ്മ, റൈറ്റ്? യെസ് സാർ. അവനോട് ചോദിച്ചതും അവൻ അതേ എന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു. I am the circle inspector of this place. We have got an information that this apartment have been robbed. So we came for a primary investigation. Hope you will cooperate with us. Sure sir. Please get it. അത് പറഞ്ഞ് അവൻ എല്ലാവരോടും അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു.
ഒരു SIയും 2 കോൺസ്റ്റബിൾസുമാണ് വന്നിരിക്കുന്നത്. താങ്കളുടെ ID ഒന്ന് തരാമോ? കൂട്ടത്തിലുള്ളൊരു കോൺസ്റ്റബിൾ ചോദിച്ചതും മനു അയാളെ സംശയത്തോടെ നോക്കി. നോക്കണ്ട, ഞാൻ മലയാളിയാ. അയാൾ പറഞ്ഞതും മനു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ID എടുക്കാനായി അകത്തേക്ക് കയറി. ബാഗിൽ നിന്ന് അവൻ്റെ ID കാർഡും മറ്റു സാധനങ്ങളും ഒക്കെ ആയിട്ട് അവൻ തിരികെ എത്തി അത് പോലീസുകാരെ ഏൽപ്പിച്ചു. ഡോക്ടറാണല്ലേ? യെസ്. ദെൻ വൈ ഹിയർ? കോൺസ്റ്റബിൾ ഡോക്ടറാണോ എന്ന് ചോദിച്ച് അവൻ ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ CI അവനോട് ഇപ്പോൾ എന്താണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. സർ, ഐ ആം എൻ ആർട്ടിസ്റ്റ് ടു ആൻഡ് ഐ ഹാവ് എൻ ആർട്ടിസ്റ്റിക് എക്സിബിഷൻ ഹിയർ നിയർ ടു ദ റാമോജി ഫിലിം സിറ്റി. സോ ഐ കെയിം ഫോർ ദാറ്റ്. ഓക്കെ, താനിവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? ഇല്ല, മൈ വൈഫ് ഇസ് ഹിയർ ആൻഡ് വി ആർ എ ടീം ഓഫ് 15. എന്നിട്ട് വൈഫ് എവിടെ? ഉറക്കാണ്. ഷീസ് നോട്ട് ഡൂയിങ് വെൽ. ഓക്കെ, ഇന്നലെ വൈകുന്നേരം ഈ ഫ്ലാറ്റിൽ ഒരു റോബറി നടന്നതായിട്ട് പറയുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത്. സർ, ഇന്നലെ എൻ്റെ വൈഫ് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു വൈകുന്നേരം. ഞാൻ വരുമ്പോൾ അവളിവിടെ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് ഐ ആം ഷുവർ ദാറ്റ് ഷീ ഗോട്ട് ഫെയർഡ് ബൈ സീയിങ് സംതിങ്. പക്ഷേ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അവൾ. അവൻ അങ്ങനെ പറഞ്ഞതും പോലീസുകാർ കുറച്ച് സമയം നിശബ്ദമായി. എങ്കിലൊരു കാര്യം ചെയ്, എല്ലാം ശരിയായിട്ട് 24 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ വന്ന് എന്താ കാര്യമെന്ന് പറയണം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. വാതിലടച്ചതിന് ശേഷം മനു തിരികെ അവളുടെ അടുത്തേക്ക് തന്നെ വന്നു. സമയം രാവിലെ 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അടുക്കളയിലേക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാവുന്ന രീതിയിൽ അവൻ ആദ്യം ചായ ഉണ്ടാക്കി. ശേഷം അവിടെ ഇരുന്നിരുന്ന പുട്ടുപൊടി ഉപയോഗിച്ച് പുട്ടും പരിപ്പ് കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.